സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യ മഹാസമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ മുജാഹിദ് നേതാക്കന്മാരെ, പ്രവർത്തകന്മാർ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് വന്ന പതിനായിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഇടയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉമർ സുല്ലമി സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ജനാബ് അബ്ദുൽ മദനി സാഹിബ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. വാസ്തവത്തിൽ ഇവിടെ സംസാരിച്ച എല്ലാ നേതാക്കന്മാരും സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. MSSൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് എന്നെ ഇവിടെ ക്ഷണിച്ചതും എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി അവസരം തന്നിരിക്കുന്നത്. ഈ വേദിയിൽ നൂറുകണക്കിന് വളരെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, MLAമാരുണ്ട്, വ്യവസായ പ്രമുഖന്മാരുണ്ട്. കേരളത്തിൽ വന്ന എല്ലാ ആളുകളും ഉറ്റുനോക്കുന്ന ഒരൊറ്റ ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ നിർഭാഗ്യകരമായി 14 വർഷം മുമ്പ് നടന്ന ആ ചെറിയ പിളർപ്പ് ഇത്രയും വർഷം കാത്തുനിന്ന് വളരെ സന്തോഷകരമായ ഈ സുദിനത്തിൽ ഇന്ന് ലയന സമ്മേളനം നടന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ആദ്യമായിട്ട് അഭിനന്ദിക്കാനുള്ളത് BJPയുടെ നേതാവായ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളെയും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഒരു നല്ല പ്രഭാഷണം നടത്തുകയും ചെയ്തതിന് ഞാൻ ഇരുവിഭാഗത്തെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ ഇന്ന് നടക്കുന്നത് ലയന സമ്മേളനം മാത്രമല്ല, ഒരു മതസൗഹാർദ്ദ സമ്മേളനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇവിടെ ഭിന്നിച്ചപ്പോൾ ഇത് ഒന്നിപ്പിക്കുവാൻ വേണ്ടി MSS അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയേണ്ടതിരിക്കുന്നു. ആ സമയത്ത് ഒരു വേദി പോലും പങ്കിടാതിരുന്ന നേതാക്കന്മാർക്ക് ഒരു വേദി ഒരുക്കുവാൻ വേണ്ടി MSSഉം അതുപോലെ തന്നെ ഇവിടെ ET മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. MSS മാത്രമല്ല, അന്ന് സൗഹൃദ വേദി എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ സൗഹൃദ വേദിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും ഞാനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർഭാഗ്യകരമായിട്ട് അന്നൊന്നും തന്നെ ഇത് ഒരു സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രണ്ട് വിഭാഗത്തിലുള്ള നേതാക്കന്മാരും അന്നും ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ഈ ഇരുവിഭാഗത്തിൻ്റെയും സൗഹൃദത്തിന് വേണ്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ജനമഹാസമുദ്രത്തിൻ്റെ ഇന്ന് വാസ്തവത്തിൽ കോഴിക്കോട് കടപ്പുറം തന്നെ ഒരു ജനമഹാസമുദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത്രയും മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ നേതാക്കന്മാർ ഈ സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ മദനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുജാഹിദുകൾ മാത്രമല്ല, ഇതിൻ്റെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ പോലും ഇതിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ സൗഹൃദം ഇനി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ഇനി മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുവാൻ വേണ്ടി അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് MSSന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.